തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. 19 കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് പാലോട്ടോണം കൗൺസിലർ. ഇപ്പോൾ കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നിയമാനുസരണം തന്നെ കൗൺസിലർഷിപ്പ് ഒരു യോഗത്തിലും കൂടെ പങ്കെടുക്കാതിരുന്നാൽ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഈ കൗൺസിലറുടെ നേതൃത്വത്തിലാണ് മേയറുടെ ഒത്താശയോടുകൂടി തലസ്ഥാന നഗരിയിൽ ഇന്നിപ്പോ പല സ്ഥലങ്ങളിലും ഗൂണ്ടാക്രമണങ്ങൾ നടക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു റീൽ ഭരണമായി മാറിയിരിക്കുകയാണ്. ദിവസവും കോർപ്പറേഷൻ മേയറും ഡെപ്യൂട്ടി മേയറും വന്ന് ഏതെങ്കിലും സ്ഥലത്ത് ഇറങ്ങുക, ഒരു റീലെടുക്കുക, അത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. വെള്ളപ്പൊക്കം അവർക്ക് ഒന്നും മിണ്ടാട്ടമില്ല. സ്കൂളിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മിണ്ടാട്ടമില്ല. പിന്നെ പേപ്പട്ടിയുടെ ശല്യം കാരണം വളരെ ഗുരുതരാവസ്ഥയിലാണ് നിൽക്കുന്നത്. സിവേജ് എന്നെ സംബന്ധിച്ചോളം ഒരു മിണ്ടാട്ടമില്ല. അതുപോലെ ഗാർബേജ് നീക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിണ്ടാട്ടമില്ല. ചുരുക്കി പറഞ്ഞാൽ നഗരസഭ ചെയ്യേണ്ട പ്രാഥമിക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഈ കോർപ്പറേഷൻ പിന്നിട്ട് പോയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കോർപ്പറേഷൻ ഭരണാധികാരികൾ രാജിവെച്ച് വെക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അടുത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന അവസരത്തിൽ രാഷ്ട്രീയമായി എടുക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഇന്നലെ ധർണയിൽ തന്നെ ഞങ്ങൾ ഒരു കാര്യം ഞാൻ ആവശ്യപ്പെട്ടു. കോർപ്പറേഷന്റെ ഓഫീസ് റെയ്ഡ് ചെയ്യണം. ഈ കൗൺസിലറെ പോലെ പാലോട്ടന കൗൺസിലറെ പോലുള്ള ആൾക്കാർ അവിടെ വരുന്നത് ആയുധം കൊണ്ടാണ് വരുന്നത്. പോലീസുകാർ റെയ്ഡ് ചെയ്യാത്ത സ്ഥലമാണ് കോർപ്പറേഷൻ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും അതുപോലുള്ള കോർപ്പറേഷന്റെ പ്രധാനപ്പെട്ട ഓഫീസുകൾ. അങ്ങനെ റെയ്ഡ് ചെയ്യുന്ന സ്ഥലമല്ല. അപ്പൊ അവിടെയെല്ലാം പോലീസ് റെയ്ഡ് ചെയ്യണം. ഈ മാരകായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഒരു പരാതി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ കാര്യം ഇവിടെ വ്യക്തമാക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്.